ഹലോ ഗൈസ്, എല്ലാവർക്കും വരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് NTPCയുടെ PVQ സീരീസാണ്. എല്ലാവർക്കും അറിയാമല്ലോ, 16-ാം തീയതി മുതൽ NTPCയുടെ എക്സാം തുടങ്ങി. അപ്പോൾ നമുക്ക് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 40 ക്വസ്റ്റ്യൻ GK, ബാക്കി 30 മാത്സ്, 30 റീസണിങ് ആണ്. അതിൽ 30 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്ന അരിത്തമെറ്റിക്കും അഡ്വാൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് PVQ സീരീസിലേക്ക് പോവാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ട്രിക്കി അല്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതികളെല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റാൻഡം ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പോകുന്നത്, ടോപ്പിക് വൈസ് ആയിരിക്കില്ല. ഓക്കെ, PVQ സീരീസിൽ നമുക്ക് ഒരു 2-3 സീരീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കളക്ട് ചെയ്തിട്ടുള്ളത് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഈ നിങ്ങൾക്കുള്ള ഈ നടക്കാൻ പോകുന്ന NTPC എക്സാംസ് കഴിഞ്ഞവരുണ്ടാവും, ഈ നടക്കാൻ പോകുന്നവരുണ്ടാവും, എല്ലാവർക്കും ഉപകാരപ്പെടും. ഓക്കെ, ഒന്നാമതായിട്ട് മീൻ പ്രൊപ്പോർഷൻ. മീൻ പ്രൊപ്പോർഷൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്താ മീൻ പ്രൊപ്പോർഷൻ? അതായത് നമുക്ക് ABC ഇത് മൂന്ന് നമ്പേഴ്സാണെന്ന് വെച്ചോ. ABC എന്നുള്ള 3 നമ്പേഴ്സാണ്. ഇതിൽ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് B ആണ് ഇതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ. മീൻ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴായാലും എന്താ അതിന് നടുക്ക് വരുന്ന വാല്യൂസ് ആണ്. അതായത് ABC മീൻ പ്രൊപ്പോർഷൻ എപ്പോഴും ഒരു അരിത്തമെറ്റിക് അല്ല, ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. അതായത് A ഇൻറ്റു ഏതോ ഒരു വാല്യൂ ആണ് B. ആ സെയിം പ്രൊപ്പോർഷനിലായിരിക്കും എന്താ B എന്ന് സിയിലേക്കും പോകുന്നത്. നമുക്ക് മീൻ പ്രൊപ്പോർഷനിൽ എപ്പോഴും തരുന്നത് Aയും Cയും ആയിരിക്കും. എന്നിട്ട് കണ്ടുപിടിക്കാൻ B ആണ് ചോദിക്കുന്നത്. B ആണ് നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 4. ഓക്കെ, 1, 2, 4 തന്നു. എനിക്കെന്താ 1 2 പോകാൻ എന്താ ചെയ്യണം? ഇൻറ്റു 2 ചെയ്താൽ പോരെ, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അത് കഴിഞ്ഞ് 2ൽ നിന്ന് 4ലേക്ക് പോകാനാണെങ്കിലോ വീണ്ടും 2 2 ചെയ്താൽ പോരെ, മതിയല്ലോ. അപ്പോൾ എനിക്ക് എന്താ പറയാം, 1നും 4ൻ്റെ ഇടയ്ക്കുള്ള മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്. ഇനി അതങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ Aയും B C ആണെങ്കിൽ B ആണ് മീൻ പ്രൊപ്പോർഷൻ. ഓക്കെ, B എന്ന് പറഞ്ഞാൽ √AC എന്ന B = √AC. ഇത് എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ Aയിൽ നിന്ന് B എന്ന് പോകുന്ന റേഷ്യോ എനിക്ക് എങ്ങനെ എഴുതാം? A/B അല്ലെങ്കിൽ A/B. ഈ സെയിം റേഷ്യോ എനിക്ക് എന്ത് വരണം? Bയിൽ നിന്ന് Cയിലേക്കും വരണ്ടേ? അപ്പോൾ ഇതും B/Cയും എന്താ ഈക്വൽ ആവണം. Aയിൽ നിന്ന് Bയിലോട്ട് ഏത് റേഷ്യോ ആണോ ആ സെയിം റേഷ്യോ എന്ത് വരണം? B എന്ന് Cയിലേക്കും വരണം. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? B² എന്ന് പറഞ്ഞാൽ A × C, അല്ലെങ്കിൽ B എന്ന് പറഞ്ഞാൽ എന്താ √AC. ഇതാണ് എന്ത് വരുന്നത് നമുക്ക് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് B എന്ന് പറഞ്ഞാൽ √AC. നമുക്കിവിടെ 2 നമ്പേഴ്സ് വന്നിട്ടുണ്ട്, 16ഉം 256. ഓക്കെ, 16 ആൻഡ് 256. അതായത് എൻ്റെ Aയുടെയും Cയുടെയും വാല്യൂ അറിയാം. എനിക്ക് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ B ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ പറഞ്ഞേ? B കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? A × C. A × C എന്ന് പറഞ്ഞാൽ A എത്രയാ? A എന്ന് പറഞ്ഞാൽ 16. ഓക്കെ, 16 ഇൻറ്റു C എത്രയാ? 256. ഇതിന് എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. റൂട്ട് എടുക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ 16 × 256 അത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ ഒരു വാല്യൂവിന് റൂട്ട് എടുക്കുക. അതിന് പകരം സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അതായത് 256 എങ്ങനെ എന്ത് എഴുതാം നമുക്ക്? 16 × 256 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 16 × 16 തന്നെയാണ്. ഓക്കെ, എടാ റൂട്ടിൻ്റെ അകത്ത് 2 സെയിം വാല്യൂ വന്നാൽ എന്താ നമുക്കത് ഒരു വാല്യൂട്ട് പുറത്തെടുക്കാം. അതായത് ഒരു 16 ഉണ്ട്, 16 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 16 പുറത്തെടുക്കുക. പിന്നെ എന്തുണ്ട് എനിക്ക്? ഒരു √16 ബാക്കിയില്ലേ? ആ √16ൻ്റെ അതായത് √16 എന്താ 4 അല്ലേ? അപ്പോൾ 16 × 4 നമുക്ക് എന്ത് വന്നു? 64 ആണ് എൻ്റെ വാല്യൂ ആയിട്ട് വന്നത്. അതായത് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ 64. ഓപ്ഷൻ A ആണ് എൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. ABC ആണ് അരിത്തമെറ്റിക് അല്ല, ജോമെട്രിക് പ്രോഗ്രഷനാണ് കേട്ടോ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ മിക്ക ക്വസ്റ്റ്യനും നമുക്ക് ഒരു റേഷ്യോ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ കൺവെൻഷനിലും ചെയ്യാം. ഏതായാലും നമുക്ക് ഉത്തരത്തിലോട്ട് എത്തിയാൽ മതി. അതായത് റേഷ്യോയിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് എന്താ ഇത്. നമ്മൾ നോർമൽ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും അത്? അതായത് ഡിസ്റ്റൻസ് നമുക്കറിയാം എത്ര? 150 കിലോമീറ്റർ ആണ്. പ്രണയ് എന്നൊരാളുണ്ട്, അമൻ എന്നൊരാളുണ്ട്. രണ്ടുപേരെയും വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. രണ്ടുപേരുടെ സ്പീഡ് എനിക്കറിയില്ല. പക്ഷേ ഒരാൾ സ്പീഡ് ഡബിൾ ചെയ്യുമ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പ്രണയ് സ്പീഡ് ഡബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പീഡ് ഡബിൾ ചെയ്യുമ്പോഴത്തേക്കും
നോർമൽ അമൻ എത്തുന്നതിന് മുന്നേ 3 hours നേരത്തെ എത്തുന്നുണ്ട്. ആര്? ഈ പ്രണയ് എന്നുള്ള ആൾ എത്തുന്നുണ്ട്. നോർമലി ഉള്ള കേസിൽ എന്താ പറയുന്നത്? പ്രണയ്ക്ക് അമനേക്കാളും 2 hours കൂടുതൽ എടുക്കുന്നുണ്ട് അല്ലേ? അത് 2 കേസിൽ എന്താ, ഈ 2 പേരുടെയും ടൈമിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ടൈമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, അല്ലെങ്കിൽ ടൈം എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാമല്ലോ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, അപ്പോൾ 2 കേസ് ഞാൻ എഴുതുക, 2 കേസ് സെപ്പറേറ്റ് എഴുതുക. അതായത് ഡിസ്റ്റൻസ് എത്രയാണ്? 150 kilometer. 150 kilometer ബൈ ആരാടെ സമയം എടുക്കുന്നതിനകത്ത്? പ്രണയ് ടേക്സ് 2 hours മോർ ദാൻ അമൻ അല്ലേ? പ്രണയനല്ലേ സമയം കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ആരുടെ സ്പീഡായിരിക്കും കൂടുതൽ? അമൻ്റെ സ്പീഡായിരിക്കും കൂടുതൽ അല്ലേ? അതായത് പ്രണയിന് കൂടുതൽ ടൈം എടുക്കുന്ന പറഞ്ഞാൽ എന്താ? അവൻ്റെ സ്പീഡ് കുറവാണ്. 2 പേരും ഒരേ ഡിസ്റ്റൻസ് അല്ലേ കവർ ചെയ്യുന്നത്? 150 kilometer ആണ് 2 പേരും കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 150 ബൈ ഞാൻ പ്രണയുടെ സ്പീഡ് പി ആയിട്ടന്നെ അങ്ങ് എടുത്തു. പി ഇതാരാ? 150 ബൈ പിയുടെ സ്പീഡ്. അതായത് 150 ബൈ ആ പിയുടെ പ്രണയുടെ സ്പീഡ് എന്ത് കിട്ടും? 150 kilometer പ്രണയ് എന്നുള്ള വ്യക്തി പോകാനുള്ള ടൈം കിട്ടും. അടുത്ത് 150 ബൈ ആര് പോകുന്നുണ്ട്? അമൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ? അമൻ പോകുന്ന ടൈം കിട്ടും. ഇതിൻ്റെ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാ? 2 hours. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആണ് 2 hours. അടുത്ത് നമുക്ക് രണ്ടാമതൊരു കേസ് പറയുന്നില്ലേ? എന്താ? പ്രണയ് സ്പീഡ് ഡബിൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി അവൻ്റെ സ്പീഡ് ഞാൻ എന്താ എടുത്തേ? പ്രണയുടെ സ്പീഡ് പി എന്നും എടുത്തു, അമൻ്റെ സ്പീഡ് എ എന്നും എടുത്തു. 2 പേരുടെ സ്പീഡിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. 2 ഇൻഡിവിജ്വലി അവരുടെ നെയിമിന് ഫസ്റ്റ് ലെറ്റർ തന്നെയാണ് എടുത്തേക്കുന്നത് എളുപ്പത്തിന്. ഓക്കെ, ഇനി പ്രണയുടെ സ്പീഡ് ഡബിൾ ചെയ്തു. ഡബിൾ ചെയ്തപ്പോൾ ആരാണ് നേരത്തെ എത്തുന്നത്? പ്രണയ് അല്ലേ എത്തുന്നത്? പ്രണയുടെ സ്പീഡ് കൂടിയില്ലേ? അമൻ ലേറ്റായി. അപ്പോൾ ആരുടെ ടൈം ആയിരിക്കും കൂടുതൽ? അമൻ്റെ ടൈം ആയിരിക്കും കൂടുതൽ. അപ്പോൾ സ്പീഡ് കൂടുതൽ ആർക്കാ? പ്രണയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ആളെ ആദ്യം എഴുതുക. ആർക്കാ? അമൻ അല്ലേ? അപ്പം 150 ബൈ എ. ഇതെന്താ കിട്ടും? അമൻ പോകുന്ന ടൈം കിട്ടും. അടുത്തെന്താ? 150 ബൈ നമുക്ക് പ്രണയ് പോകുന്ന ടൈം വേണ്ടേ? പ്രണയ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്പീഡ് എത്രയായി? ഡബിൾ ചെയ്തില്ലേ? അപ്പോൾ നേരത്തെ പി ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയായി? 2p ആയി. ഓക്കെ, 150 ബൈ എയും 150 ബൈ 2p. ഇപ്പോൾ എന്തായി? ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് 3 hours എന്നാണ്. ഈക്വൽ ടു 3. ഈ 3 എഴുതെന്ന് പറഞ്ഞാൽ ഈ 3 എന്നുള്ള അവേഴ്സിലാണ്. 150 എന്നുള്ള കിലോമീറ്റർ. അതായത് പിയും എയും എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് അല്ല, കിലോമീറ്റർ പെർ അവറിലായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് എനിക്ക് എന്താ വേണ്ടേ? പ്രണയുടെ സ്പീഡാണ് വേണ്ടത്. പ്രണയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഇത് ഒന്നല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ഇത് വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് എനിക്ക് ഓക്കെ 150 ബൈ പി ഉണ്ട്, 2p ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഈ 2 ക്വാണ്ടിറ്റി സെയിം അല്ലേ? 150 ബൈ എയും ഇവിടെയും അല്ലേ? അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഡയറക്റ്റ് എനിക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എനിക്ക് ഈ 2 ടേം കട്ടായി പോകില്ലേ? ഇത് 2 കട്ടായി പോകില്ലേ? അത് 150 ബൈ എ പ്ലസ് മൈനസ് 150 ബൈ എ അല്ലേ? ഇവിടെ ആണെങ്കിലോ 150 ബൈ എ പ്ലസ് മൈനസ് 150 ബൈ പി ആണല്ലോ. അടുത്ത് അപ്പോൾ അത് താഴെ എഴുതി 150 ബൈ കാണാമല്ലോ. ഓക്കെ, 150 ബൈ പി മൈനസ് 150 ബൈ 2p പ്ലസ് ആണ്. ഇവിടെ പ്ലസ് കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ഇതിൻ്റെ സിമ്പിൾ മൈനസ് ആയതാണ് ഇവിടെ മൈനസ് വന്നത്. 2 കൂടെ ആഡ് ചെയ്ത്. ഓക്കെ, 2 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 150 കോമൺ എടുത്തു. 150 കോമൺ എടുത്താൽ എന്ത് വരും? ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ പി വരും, മൈനസ് 1 ബൈ 2p വരും. അപ്പോൾ 2p മൈനസ് പി എത്ര വരും? പി ബൈ എത്ര വരും? 2 × p². അത് എത്ര വരും? ഈക്വൽ ടു 5. ഓക്കെ, എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പി ബൈ p². അപ്പോൾ എനിക്ക് ഓരോ പി വീതം കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ 1 ബൈ പി വരും. ഇനി ഓക്കെ, ഈ 5 × 2 എനിക്കിവിടെ 10 ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ ഏതാ? ഇവിടെ ഒരു 0 പോയി. അപ്പോൾ പി എന്നുള്ള എനിക്ക് എന്ത് കിട്ടും? പി എന്നുള്ള 1 ബൈ പി എന്നുള്ള എത്ര കിട്ടും? 1 ബൈ 15 എന്ന് കിട്ടും. 1 ബൈ പി എന്നുള്ളത് 1 ബൈ 15 കിട്ടും. 1 ബൈ പി ഈക്വൽ ടു 1 ബൈ 15. ഇപ്പോൾ 1 ബൈ പി 1 ബൈ 15 ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? പി ഈക്വൽസ് 15. പക്ഷേ എനിക്ക് എന്താ വേണ്ടേ? പിയുടെ സ്പീഡ് തന്നെയാണ് വേണ്ടത്. പിയുടെ സ്പീഡ് എത്രയാണ്? 15 km/h. ഇത് കൺവെൻഷനിൽ ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. ഞാൻ ഇതിപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. മീൻസ് പെട്ടെന്ന് ഇതിനകത്ത് ഈ ഒരു കേസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാരണം നമുക്കിവിടെ വേറെ സ്കെയിലിംഗ് റേഷ്യോ ഒന്നും വരുന്നില്ല. ഡയറക്റ്റായിട്ട് ആഡ് ചെയ്താൽ മതി.
ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്താ ഇവിടെ ചിലപ്പോൾ രണ്ട് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ രണ്ടിൻ്റെയും, അതായത് ഈ കിടക്കുന്ന വാല്യൂ ഇല്ലേ, ഇവ രണ്ടിൻ്റെയും അല്ലെങ്കിൽ ഈ താഴെ കിടക്കുന്ന ടോട്ടൽ വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ LCM എടുക്കുക. LCM എടുത്തിട്ട് അതിലോട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് മൈനസ് അല്ലെങ്കിൽ അഡീഷൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ കട്ട് ചെയ്ത് കളയാൻ. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഇത്രയും എളുപ്പമായതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് കിട്ടി. പക്ഷേ എന്നാലും റേഷ്യോയുടെ മെത്തേഡ് കൂടെ ഞാൻ പറയാം. ഓക്കെ, അതായത് നോർമലി അറിയാമല്ലോ, എടാ റേഷ്യോയുടെ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സെയിം ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. എപ്പോഴും സെയിം ആയിട്ടുള്ള സിമിലാരിറ്റിയോ എവിടെയെങ്കിലും പറയുന്നുണ്ടാവും. നമുക്കിവിടെ എന്താ പറയുന്നത്, ഇൻ കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 150 കിലോമീറ്റർ. രണ്ടുപേരും എത്രയാണ് പോകുന്നത്, 150 കിലോമീറ്ററിലാണ് പോകുന്നത്. പ്രണയ് 2 hours മോർ എടുക്കുന്നു ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിലാണെങ്കിലോ പ്രണയ് സ്പീഡ് ഡബിൾ ചെയ്തപ്പോഴോ നോർമൽ, അതായത് അമലിനേക്കാളും 2 മണിക്കൂർ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പം എങ്ങനെയാണ്, അമലിനേക്കാളും 3 മണിക്കൂർ കുറച്ചേ എടുക്കുന്നുള്ളൂ അല്ലേ, അത്രയും കുറവാണ് ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൽ നോക്കി രണ്ടിനും എന്താ കോമൺ, രണ്ടുപേരും പോകുന്ന ഡിസ്റ്റൻസ് സെയിമാണ്. അതായത് 150 കിലോമീറ്റർ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി എന്താ സെയിം ആണ്. അപ്പോൾ എനിക്കറിയാം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഒരു കേസിൽ എടാ ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആയി കഴിഞ്ഞാൽ എനിക്ക് സ്പീഡിൻ്റെയും ടൈമിൻ്റെയും റേഷ്യോ എങ്ങനെ വരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അതായത് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അതായത് ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ എപ്പോഴും എന്താ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി, 4 ആണ് ഡി എങ്കിൽ സ്പീഡ് എത്രയാണ്, ഇപ്പോൾ 1 × 4 ഞാൻ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്പീഡ് S1 ടൈം 4 ആണ്. അപ്പോൾ ഞാൻ തിരിച്ചെഴുതുക, അതായത് എൻ്റെ സ്പീഡ് എന്ത് ചെയ്തു, ഞാൻ 4 ഇരട്ടിയാക്കി, 4 ആയി. അതായത് എനിക്ക് ഡിസ്റ്റൻസ് ടോട്ടൽ 4 വരണമെങ്കിൽ എന്ത് ചെയ്യണം, ടൈം 1 ആവണ്ടേ. അതായത് സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ടൈം കുറയണം. ആ ഒരു റേഷ്യോ ആണ്, അതങ്ങനെ വരുള്ളൂ. അതായത് നമ്മൾ മൂന്ന് കേസുണ്ട്, സ്പീഡ് സെയിം ആവുന്ന കേസ്, ടൈം സെയിം ആവുന്ന കേസ്, ഡിസ്റ്റൻസ് സെയിം ആവുന്ന കേസ്. ഡിസ്റ്റൻസ് സെയിം ആവുന്ന കേസിൽ എന്താ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. വേറെ മറ്റേ കേസുകളിലോ സ്പീഡ് സെയിം ആകുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ അതേ റേഷ്യോ ആയിരിക്കും എന്ത് ടൈം, അല്ലെങ്കിൽ ടൈമിൻ്റെ സെയിം റേഷ്യോ തന്നെ ആയിരിക്കും എന്താ സ്പീഡ്. ആ സെയിം കേസ് തന്നെയാണ്. ടൈം സെയിം ആകുമ്പോഴോ ഇത് തന്നെയാണ്, അതായത് സ്പീഡിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും സെയിം റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കിവിടെ ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് രണ്ടിൻ്റെയും എന്താ പറഞ്ഞിട്ടുള്ളത്, കമ്പയർ ചെയ്യാനായിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ എടുത്തിടാം, പ്രണയ് ഡബിൾസ് ഈ സ്പീഡ്. അപ്പോൾ പ്രണയുടെ കാര്യം ആദ്യം എടുത്തു, പ്രണയുടെ സ്പീഡിൻ്റെ കേസ് എടുക്കുക. ഓക്കെ, അവൻ്റെ സ്പീഡ് എന്ത് ചെയ്തു, അവൻ ഡബിൾ ചെയ്തു. ആദ്യം 1 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ സ്പീഡ് എത്രയാണ്, 2. ഓക്കെ, ആദ്യം 1 ആയിരുന്നെങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ, അതായത് സ്പീഡ് ഡബിൾ ചെയ്യുമ്പോൾ ടൈം എങ്ങനെ വരും, ടൈം നേരെ പകുതിയാവും. അതായത് 2:1. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കറസ്പോണ്ടിങ്, അതായത് ഇതാണ് പഴയ സ്പീഡിൻ ടൈമും ഇതാണ് പുതിയ സ്പീഡിൻ ടൈമും. 1 × 2 സ്പീഡിൻ്റെ ടൈം എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. 1 × 2 2 ആണ് കിട്ടുന്നത്. അതെന്താ പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എന്താ 2 × 1 2 തന്നെയല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് മാറുന്നില്ല. അതായത് സ്പീഡ് 1 × 2 ആയി കഴിഞ്ഞാൽ ടൈം എന്ത് ചെയ്യണം, 2 ൽ നിന്ന് 1 ആവും. ഇത് റേഷ്യോ ആണ്, 2 യൂണിറ്റിൽ നിന്ന് 1 യൂണിറ്റായി. ഓക്കെ, 2 യൂണിറ്റിൽ നിന്ന് 1 യൂണിറ്റായി. ഇവിടെ എത്ര യൂണിറ്റാണ് കുറഞ്ഞത്, 1 യൂണിറ്റ് അല്ലേ, 1 യൂണിറ്റ്. അതായത് നോർമലി അവൻ എത്തിക്കൊണ്ടിരുന്ന ടൈം ഒരു 2 യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്തുന്നത്, അതായത് സ്പീഡ് കൂടിയതിന് ശേഷം അവൻ എടുക്കുന്ന ടൈം എത്രയാണ്, 1 യൂണിറ്റായിട്ട് മാറി. അതായത് ഫസ്റ്റ് കേസിൽ എത്രയാണ്, പ്രണയ് ടേക്സ് 2 hours മോർ ദാൻ അമൻ. അതായത് കമ്പയർ ചെയ്യുന്ന രണ്ടിലും ഒരാളെ വെച്ചിട്ടാണ്, അതായത് ആരെയാ, പ്രണയിനെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രണയ് ആദ്യം അമനേക്കാളും ഫസ്റ്റ് കേസിൽ എന്താ അമനേക്കാളും 2 മണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അമനേക്കാളും 2 മണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് 2 hours ലേറ്റാണേ. ഓക്കെ, ഇപ്പോൾ ഓക്കെ അമനേക്കാളും 2 hours ലേറ്റാണ്. ഇപ്പോൾ ഇതാണ് കറക്റ്റ് ടൈമെങ്കിൽ കറക്റ്റ് ടൈം ഇതാണെന്ന് വെച്ചോ, നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ വെച്ചോ, കറക്റ്റ് ടൈം ഇതാണ്. പ്രണയ്ക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട്, എക്സ്ട്രാ ഒരു 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. അത് ഇതിന് ശേഷമാണ് എക്സ്ട്രാ ടൈം. ഇതിന് മുന്നേ എത്തുകയാണെങ്കിൽ നേരത്തെ എത്തി, അതായത് ബിഫോർ ടൈമായിട്ട് എത്തി. സ്പീഡ് കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു, 3 hours ലെസ് ദാൻ അമൻ. അതായത് അവിടെ എന്ത് ചെയ്തു, അവന് 3 മണിക്കൂർ കുറച്ചെടുത്തു. അതായത് അമൻ എത്തുന്ന കറക്റ്റ് ആണെങ്കിൽ എത്രയാണ്, നോർമലിനേക്കാളും 2 മണിക്കൂർ കൂടുതലെടുത്തു, 3 മണിക്കൂർ കുറച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനിക്ക് ഈ ഗ്യാപ്പ് എത്രയാണ്, ഇവർ രണ്ട് സമയത്ത് എത്തിയത്, അതായത് 3ഉം 2ഉം അല്ലേ. ഈ ഗ്യാപ്പ് എത്രയാടാ, ഇവിടെ ഒരു 3 ഉണ്ട്, ഒരു 2 ഉണ്ട്. ടോട്ടൽ എത്രയാണ്, 5 മണിക്കൂറല്ലേ.
5 മണിക്കൂറല്ലേ എൻ്റെ ഗ്യാപ്പ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എനിക്ക് എന്താ എഴുതാം? 5 ആക്കി എഴുത്തൂടെ? ഓക്കെ, അതായത് ഈ ടൈം ഒരു യൂണിറ്റ് കുറഞ്ഞു. ആ ഒരു യൂണിറ്റാണ് എത്രയാ? 5. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് നോർമലാണ്, ഇത് അവൻ എന്താ ന്യൂ സ്പീഡാണ്, ന്യൂ. ഓക്കെ, ഇത് നോർമൽ സ്പീഡും ടൈമിൻ്റെ റേഷ്യോ, ഇത് ന്യൂ സ്പീഡ് ടൈമിൻ്റെ റേഷ്യോ. നമുക്ക് ടൈമിൻ്റെ റേഷ്യോ മാത്രം മതി. ഇവിടെ എന്താ നോർമൽ അവൻ 2 യൂണിറ്റ് എടുത്തു, പുതിയത് എത്ര? 1 യൂണിറ്റ്. അതായത് 1 യൂണിറ്റ് എത്ര? 5. അതായത് ന്യൂ അവൻ പുതുതായിട്ട് എത്ര മണിക്കൂർ എടുക്കുന്നുള്ളൂ? 5 മണിക്കൂർ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം അവൻ എത്ര എടുക്കുന്നുണ്ടായിരുന്നു? 10 മണിക്കൂർ എടുക്കുന്നില്ലായിരുന്നോ? അപ്പോൾ ആദ്യം അവൻ എത്തിക്കൊണ്ടിരുന്ന സമയം 10 മണിക്കൂറിലാണ്. ഓക്കെ, അപ്പോൾ നോർമലി അവൻ്റെ എത്രയാ ടൈം? 10 മണിക്കൂറാണ്. അപ്പോൾ അതെനിക്ക് എന്ത് കിട്ടി? അവന് ടൈം കിട്ടി. അതായത് പ്രണയിൻ്റെ ടൈം കിട്ടി. ടൈം ഓഫ് പ്രണയം എത്രയാ? 10 hours ആണ്. എനിക്ക് എന്താ വേണ്ടത്? അവൻ്റെ സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ പോരെ. ഡിസ്റ്റൻസ് എത്രയാ? 150 കിലോമീറ്ററിലെ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 150 ബൈ ടൈം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? ബൈ 10. അപ്പോൾ എത്ര കിട്ടിയടാ? 15 എന്ന് കിട്ടും. അത് 15 km/h ആണ്. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന ഡിസ്റ്റൻസ് കിലോമീറ്ററും ടൈം അവറാണ്. അപ്പോൾ കിട്ടിയ സ്പീഡ് എത്രയാ? 15 km/h. വളരെ എളുപ്പമാണ്. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഒരു വലിയ ഇക്വേഷൻ എഴുതി, അതിനേക്കാൾ നല്ലത് റേഷ്യോ എഴുതുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടിയില്ലേ? അത് 15 km/h. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചോദ്യം വേറെയാണ്. അതായത് അമൻ്റെ സ്പീഡാണ് വേണ്ടതെന്ന് വെച്ചോ. അമൻ്റെ സ്പീഡാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കിവിടെ നോർമലി പോകുന്ന ഇവന് ടൈം കിട്ടിയില്ലേ? 10 മണിക്കൂറെന്ന് കിട്ടിയില്ലേ? അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക? നമുക്ക് അമൻ ആദ്യം നോർമൽ എത്രയാ? 2 hours കൂടുതൽ എടുക്കുന്ന, പ്രണയ്ക്ക് 2 hours മോർ ദാൻ അമൻ. ഓക്കെ, അപ്പോൾ പ്രണയ് നോർമലി 10 മണിക്കൂർ എടുക്കുന്നെങ്കിൽ അമൻ എത്ര എടുക്കുന്നുള്ളൂ? 8 മണിക്കൂർ എടുക്കുന്നുള്ളൂ. അപ്പോൾ 150/8 ചെയ്തെന്ന് ആരുടെ ടൈം കിട്ടും? ആരുടെ സ്പീഡ് കിട്ടും? അമൻ്റെ സ്പീഡ് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസാണ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എ സം ഓഫ് മണി ട്രിപ്പിൾസ് ഇറ്റ് സെൽഫ് അറ്റ് എ സർട്ടൺ റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ 11 years. 11 വർഷം കൊണ്ടാണ് ഇത് ട്രിപ്പിൾ ആവുന്നത്. അതായത് പി എന്നുള്ള പ്രിൻസിപ്പിൾ എത്രയാവുന്നുണ്ട്? 3p ആവുന്നുണ്ട്. എത്ര വർഷം കൊണ്ട്? 11 വർഷം. ഓക്കെ, അതായത് ഓരോ 11 വർഷം കൂടുന്തോറും പ്രിൻസിപ്പിൾ ഈസ് ടു എമൗണ്ട് റേഷ്യോ എന്താണ്? 1:3. ഓക്കെ, ഓരോ 11 വർഷം കൂടുന്തോറും പ്രിൻസിപ്പിൾ ഈസ് ടു എമൗണ്ടിൻ്റെ റേഷ്യോ 1:3 ആയി മാറും. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് എമൗണ്ട്സ് 27 times ഓഫ് ഇറ്റ് സെൽഫ്. ഒരാലോചിച്ച് നോക്കിയേ. അതായത് പ്രിൻസിപ്പിൾ 3p ആയി. എത്ര ഗ്യാപ്പാ? 11 വർഷം. വീണ്ടും അടുത്തൊരു 11 വർഷം ആകുമ്പോൾ എന്താ? ആ വർഷം ഉണ്ട്, അതായത് തൊട്ട് മുന്നത്തെ 11 വർഷം മുന്നേ ഉള്ള എമൗണ്ട് എത്രയാണോ അതിൻ്റെ 3 times ആവില്ലേ? അടുത്ത് വീണ്ടും ഒരു 11 years ആയി കഴിഞ്ഞാൽ എന്താ? എടാ ഇതെന്താ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഇവിടെയുള്ള എമൗണ്ട് എന്താവും? ഇതിൻ്റെ 3 മടങ്ങാവില്ലേ? ഇത് 1:3 റേഷ്യോയിലല്ലേ? അപ്പോൾ എന്താവും? 3 × 3 9p ആയി മാറും. ആണല്ലോ, 3 × 3 9p. ഇനി നമുക്ക് എന്താ വേണ്ടേ? 27 times. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുക്കുന്നു. ഒരു 11 years കൂടെ കഴിഞ്ഞാൽ എന്താ? ഇവിടുത്തെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ എത്രയാവും? 3 times ആവും. അതായത് തൊട്ട് മുന്നത്തെ 11 വർഷം മുൻപുള്ള ആ ഒരു സെറ്റായിട്ടാണ് എടുക്കുന്നത്. 11 വർഷം മുന്നേ ഉള്ള ഒരു എമൗണ്ട്, അതായത് ഇവിടെ വന്നുള്ള എമൗണ്ട് എന്തായി? അവിടെ പ്രിൻസിപ്പിളാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3 times എന്താവും? എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു 11 വർഷം കഴിയുമ്പോൾ വരും. ഓക്കെ, അപ്പോൾ 9 × 3 എത്രയാ? 27p. അതായത് 27, അതായത് പ്രിൻസിപ്പിളിൻ്റെ 27 times ആയി. നമുക്ക് എന്താ ചോദ്യം? ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് എമൗണ്ട് ടു 27 times ഓഫ് ഇറ്റ് സെൽഫ്. 27 മടങ്ങ് ആവാൻ എത്ര വർഷം എടുത്തെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് എടാ 3 ആവാൻ എത്രയാ? 11, ഇവിടെ ഒരു 11 ടോട്ടൽ എത്രയായി? 33 years ആയില്ലേ? 33 years. ഇതിവിടെ സം ചെയ്താൽ മതി കേട്ടോ. ഇതെല്ലാം ഇയേഴ്സിൻ്റെയാണ്. 33 years. അപ്പോൾ എന്തായി? 33 years. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. അല്ലാണ്ട് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ വലിയ വാല്യൂസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ എനിക്ക് റേഷ്യോ അറിയാം. എന്താ? 3 times ആണ്. അതായത് 3 timesൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു വാല്യൂ 3 മടങ്ങാവുന്ന കേസ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 27 times ആണ്. 27 timesൻ്റെ കേസാണ് ചോദിക്കുന്നത്. അപ്പോൾ ആലോചിക്കടാ, 3ൻ്റെ ക്യൂബ് അല്ലേ 27 അല്ലേ? 3ൻ്റെ ക്യൂബ്. ഈ 3 times ആവുന്ന കേസ് എത്രയാ? 3 times ആവുന്ന കേസ്. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി എഴുതാം.
3 ടൈംസ് നമുക്ക് 11 ഇയേഴ്സ് 11 ഇയേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 27 ടൈംസ് എത്രയാണെന്ന് വേണം. ഓക്കെ, അതായത് എടാ 27 എന്ന് പറഞ്ഞാൽ എന്താ? 3ൻ്റെ ക്യൂബ് അല്ലേ? അതായത് 3ൻ്റെ ക്യൂബാണ്. അതായത് 27 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബാണ്. 3/3 അല്ലേ? ഈ പവർ ശ്രദ്ധിക്കുക. 3/3 ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 3 എത്ര പവറാണോ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ആ വർഷം, ആ ഒരു എത്ര വർഷമാണോ 3 ടൈം ആവുന്നത്, അത് ഇൻറ്റു ആ പവറിൻ്റെ വാല്യൂ എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 11 × 3 എത്രയാണ്? 33. മനസ്സിലായോ? 11 × 3 33 ആയി. 33 വർഷം കൊണ്ട് എന്തായി? 27 ടൈംസ് ആയി. ഇത്രയേ ഉള്ളൂ. രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതേ കണ്ടിട്ടുള്ളെങ്കിൽ ജസ്റ്റ് ഇതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. വലിയ വലിയ വാല്യൂസ് ആണെങ്കിൽ കിട്ടും. ഇതിവിടെ നമുക്ക് 3 ഗ്യാപ്പേ ഉള്ളൂ, 3 ഇൻ്റർവെല്ലേ ഉള്ളത് കൊണ്ട് എന്താ കുറച്ചുകൂടി എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. പക്ഷേ വലിയ വലിയ ഗ്യാപ്പ് ഇപ്പോൾ 3/5ൻ്റെ വാല്യൂ ആണെങ്കിൽ എന്താ കുറച്ചുകൂടെ ബുദ്ധിമുട്ടും. അതായത് എനിക്കിപ്പോൾ ചോദിക്കുന്നത് സം ഓഫ് മണി ട്രിപ്പിൾസ്. ഓക്കെ, ഇത് ഉണ്ട് ചോദിക്കുക 81 ടൈംസ് എത്രയായി? 81 ടൈംസ് ഇപ്പോൾ ഇതിവിടെ ആണെങ്കിൽ ഒന്നുകൂടെ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. 3 എത്രയാണ്? 81. 3/4 അല്ലെങ്കിൽ എത്ര? 3/4 ആണെങ്കിൽ 11 × 4 എത്രയാണ്? 44 ഇയേഴ്സ് ആവും. അതുപോലെ തന്നെ എത്രയാണ്? ഒരു 243. ഓക്കെ, 243 ടൈംസ്. അതായത് പി എന്നുള്ളത് 243 പി ആവാൻ ഇത്ര വർഷം എടുക്കും. അതായത് 3 എത്രയാണ്? 243. 3/5 അല്ലേ? 3/5 ആണെന്ത്? 243. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? 11 × 5 ചെയ്യുക. എന്താ കിട്ടും? നമുക്ക് 55 ഇയേഴ്സ് ആവും. എന്താ? 243 ടൈംസ് ആവാൻ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the squares of two consecutive odd natural numbers is 394, the sum of the numbers is. അതായത് നമുക്ക് എന്താ രണ്ട് സ്ക്വയേഴ്സ് എങ്ങനെയുള്ളതാ? ടു കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. വെറും നമ്പേഴ്സ് അല്ല, ഓഡായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. അതായത് ഒരു നമ്പർ ഞാൻ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ മറ്റു നമ്പർ എന്തായിരിക്കും? x+2 ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? അത് ഈവൺ ആയിട്ട് മാറും അല്ലേ? എക്സ് എന്നുള്ള ഓഡാണ്. അപ്പോൾ അടുത്ത x+ ഉള്ള തൊട്ടടുത്ത വാല്യൂ ഓഡ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? x+2 ചെയ്യണം. ഓക്കെ, ഇങ്ങനെ രണ്ട് വാല്യൂസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും എന്താ പറയുന്നത്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ആണ്. അതായത് ഇതിൻ്റെ സ്ക്വയർ എടുത്തു, ഇതിൻ്റെയും സ്ക്വയർ എടുത്തു. എനിക്ക് എന്ത് ചെയ്യണം? എന്നിട്ട് ഇത് ആഡ് ചെയ്യണം. ഇതിൻ്റെ സമ്മാണ് എത്രയാ? 394. ഇതിൻ്റെ സമ്മാണ് 394. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ്, ഈ നമ്പർ അതായത് എനിക്ക് എന്താണ് വിളിക്കേണ്ടത്? ഈ x + x+2 എത്രയെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിക്കടാ. ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. x² ഇവിടെ എന്ത് വരും? a+b² അല്ലേ? ആ ഒരു ഫോർമാറ്റിൽ വരും. അതായത് x² + 4 + 4x = 394. ഓക്കെ, 394 വന്നു. ഇനി എന്ത് ചെയ്യുക? 2x + 4x = 390. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എല്ലാത്തിനും 2 കട്ട് ചെയ്തൂടെ? ഇവിടെ ഒരു 2 പോവും, ഇവിടെ ഒരു 2 പോവും. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 195 വരില്ലേ? ഓക്കെ, 195 വരും. അപ്പോൾ ഇത് ഞാൻ എക്സ് കോമൺ എടുക്കുക. x+1 x × x+1 195 വരണം. x × x+1 195 വരണം. ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും ഇവിടെ? നമുക്ക് ഇപ്പോൾ 195 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 5 സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. 5 ഗുണം എത്ര വരും? 39. ഇപ്പോൾ 39 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 13 ഗുണം 3 എഴുതി കൂടെ? 13 ഗുണം 3. ഇപ്പോൾ 3 ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? 13 × 15 ആണെന്ത്? 13 × 15 ആണ് 195 അല്ലേ? 13 × 15. അപ്പോൾ എനിക്ക് ആലോചിക്കേ, അപ്പോൾ ഒരു വാല്യൂ 13 ആണെങ്കിൽ x+2 ആണ് അടുത്ത വാല്യൂ. എന്ത് 15 അല്ലേ? x+2 15. അങ്ങനെയാണെങ്കിൽ വാല്യൂ കൂട്ടി നോക്കിയടാ. 169. 13ൻ്റെ സ്ക്വയർ പ്ലസ് 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. എത്ര വരുന്നുണ്ട്? 394 വരുന്നില്ലേ? വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാല്യൂസ് ഏതാ?
13ഉം 15ഉം ആണ്. എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സം ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഈസ്, അതായത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. 15 + 13 എത്രയാടാ? 28 ആണ്. ഓക്കെ, ഇത് ചെയ്യാം. വേറെ ഒരു രീതിയോടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത് വേറെ രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗസ് വർക്കല്ല, നമുക്ക് ആ ഒരു വാല്യൂസിൻ്റെ റേഞ്ച് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ വരും ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ചെയ്തതിൽ തന്നെയാണ് നമുക്ക് ഇത്രയും സ്റ്റെപ്പ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അതായത് എനിക്കറിയാം രണ്ടിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മ് എത്ര വരണം? 394 വരണം. അപ്പോൾ ആലോചിക്കേ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് 394 എന്ത് ചെയ്യുന്നു? ബൈ 2 ചെയ്യുന്നു. എന്ത് വന്നു? 195 വന്നില്ലേ? അപ്പോൾ എൻ്റെ വാല്യൂ നോക്കിയടാ, അതായത് 195 195 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക എൻ്റെ വാല്യൂസിൻ്റെ മീൻസ് എനിക്ക് കിട്ടേണ്ട വാല്യൂസിൻ്റെ സ്ക്വയേഴ്സ് ഒന്ന് 1, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ബൈ 2 ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? അതായത് ഇതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും. ഓക്കെ, അതായത് രണ്ടിൻ്റെയും നടുക്കുള്ള വാല്യൂ ആണെന്ത്? ഈ 195. അപ്പോൾ 195നേക്കാൾ തൊട്ട് മുൻപുള്ളൊരു സ്ക്വയറും അതിന് ശേഷമുള്ളൊരു സ്ക്വയറും രണ്ടും എന്താ? ഓടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ശേഷം വരുന്ന ഏതാ? 196 എന്ന് പറഞ്ഞാൽ 14 ആണ്. പക്ഷേ 14ൻ്റെ ഓടല്ലല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത് തൊട്ട് മുന്നേയും ശേഷമുള്ള നമ്പേഴ്സ് എടുക്കുക. ഏതൊക്കെയാണ്? 13 ഇല്ലേ? 13 ഉണ്ട്, 15 ഉണ്ട്. അതായത് 13ൻ്റെത് 169ഉം 225. ജസ്റ്റ് ഒരു ബ്ലൈൻഡ് ഗസ് അടിക്കുക. അതായത് ബ്ലൈൻഡ് ഗസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു ഓൾമോസ്റ്റ് മനസ്സിലാവും. 195ൻ്റെ റേഞ്ച് വെച്ചിട്ട് മനസ്സിലാവും. അതൊരു ആവറേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുത്തിട്ട് നമ്മൾ വാല്യൂ ഒന്ന് ഗസ് ചെയ്തെടുത്തുക. 13 15 വന്നു. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ആഡ് ചെയ്തല്ലോ, 394 വന്നു. അപ്പം മനസ്സിലാക്കുക 13 15 ആണെന്ന്. ജസ്റ്റ് ഇത്രയും ഇക്വേഷൻ മീൻസ് ഇത്രയും സോൾവ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ആൻസർ വന്നില്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയല്ലോ 13 15 ആണെന്ന്. ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക, 28 ആണ് ആൻസർ എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് sides of a triangle are 82 18 80. What is its area? Okay, 82 18 80. എടാ ഇത് കാണുമ്പോൾ എന്തായി? നമുക്ക് ഒരു ട്രയാങ്കിൾ, അതായത് ഇതിൻ്റെ ഈ ഒരു റേഷ്യോ കാണുമ്പോഴത്തേക്കും ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. എത്ര വരും? 2 വെച്ച് കട്ട് ചെയ്തോടെ. ഇവിടെ എന്ത് വരും? 41 വരും. ഇവിടെ 9 വരും, 40 വരും. ഇത് ആലോചിക്കടാ, ഇതെന്താ? ട്രിപ്ലറ്റ് അല്ലേ? അതായത് 9 40 41. ഇത് ട്രിപ്ലറ്റാണ്. ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ 3 സൈഡും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെ വാല്യൂസ് ആയിരിക്കും. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്താ? ഈ ഏറ്റവും വലിയ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. മറ്റേത് രണ്ടും അങ്ങോട്ടും മാറി മാറി വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഓക്കെ, ഇവിടെ 9 കൊടുത്തു, ഇവിടെ 40 കൊടുത്തു. ഇതെന്താ? റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യും. പക്ഷെ നമ്മുടെ വാല്യൂസ് ഇതാണോ? അല്ലല്ലോ. അപ്പോൾ നമ്മൾ മാറ്റി എഴുതുക. എത്രയാ? അതായത് നമ്മൾ ട്രിപ്ലറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ചെറുതാക്കിയത്. കാണുമ്പോൾ മനസ്സിലാക്കുക. അതായത് എപ്പോഴും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ ട്രിപ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കുറേ പഠിക്കുക. അതായത് 3 വെച്ചിട്ടുണ്ടല്ലോ, 3 4 5 ഉണ്ട്. അതുപോലെ തന്നെ 7 വെച്ചിട്ടുള്ളതുണ്ട്. അല്ല, 7 വെച്ചിട്ടുള്ളത് നമുക്ക് ഓർഡറിൽ പോവാം. 5 12 13. അത് കഴിഞ്ഞ് 7 24 25 8 15 17. ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അതായത് ഈ പറയുന്ന വാല്യൂസ് മാത്രമല്ല, ഇതിനിവിടെ 9 40 41. ഓക്കെ, ഈ പറയുന്ന വാല്യൂസും അതിനെ സ്കെയിൽ ചെയ്യുന്ന വാല്യൂസും, അതായത് ഇപ്പോൾ ഞാൻ 3 4 5 എടുക്കുകയാണ്. ഓക്കെ, 3 4 5 എന്ന വാല്യൂ എടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ മാത്രമല്ല, അത് ഈ റേഷ്യോയിലായിരിക്കും എന്ത് എനിക്ക് ട്രയാങ്കിൾ വരുന്നത്. ട്രയാങ്കിളിൽ 3 സൈഡ്സ് വരുന്നത്. റേഷ്യോ എന്ന് വെച്ചാൽ ഞാൻ എല്ലാ സൈഡിനെയും ഇപ്പം ഈ സൈഡിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഷ്യോ എല്ലാത്തിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2 അല്ലെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ എത്ര കിട്ടും? 6 8 10. ഈ കിട്ടുന്ന റേഷ്യോ എന്താ? ഒരു ട്രിപ്ലറ്റ് ആണ്, മാറുന്നില്ല. ഇതും എന്താ? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണ്. ഇതിനെ ഞാൻ എന്താ? ഇൻറ്റു 3 ചെയ്തു. ഇവിടെ ഇൻറ്റു 2 ചെയ്തേ. ഇൻറ്റു 3 ചെയ്താൽ എന്ത് കിട്ടും? 9 12 15. ഈ 9 12 15 എന്ന് പറഞ്ഞാൽ എന്താ? അതും ട്രിപ്ലറ്റ് ആണ്. അതായത് ഈ 9 ഒരു സൈഡ് 9 മറ്റേ സൈഡ് 12 ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്തേ വരുള്ളൂ?
15 വരുള്ളൂ, അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി എത്രയാ ഇതിൻ്റെ ഗ്രേറ്റർ സൈഡ് എത്രയാ 82. അപ്പോൾ ഹൈപ്പോട്ടനസ് എന്ത് വരും 82 വരും. അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഇത് എത്രയാ 18 വരും. ഇതെത്ര വരും 80 വരും. എടാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മുടെ നോർമലി ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഹാഫ് ബി എച്ച്. അപ്പോൾ നമുക്ക് ഹാഫ് ഉണ്ട്, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ 80. ഇനി ഹൈറ്റ് എനിക്ക് വേണം. ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണ്ടല്ലോ. ഇത് ഓൾറെഡി എന്താ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതായത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് അതായത് ഈ മുകളിലത്തെ വേർട്ടെക്സിൽ നിന്ന് താഴോട്ട് ബേസിലോട്ട് വരയ്ക്കുമ്പോഴുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയെന്നാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താ, അതിൻ്റെ മൂന്നാമത്തെ സൈഡ് തന്നെയാണ് എന്താ അതിൻ്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഹൈറ്റ് 18 മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 2 കട്ട് ചെയ്യാമല്ലോ. 9 എത്ര കിട്ടോടാ, 9 × 80 720 എന്ന് കിട്ടും. ഓക്കെ, 720 മനസ്സിലായല്ലോ. ഒരു നോർമലി നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വാല്യൂസ് ഇതുപോലൊരു റേഷ്യോ അല്ലെങ്കിൽ ട്രിപ്ലറ്റിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്കെയിലിംഗ് ട്രയാങ്കിളിൻ്റെ നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എങ്ങനെ 3 സൈഡ് തന്നിട്ടുണ്ട്, 3 സൈഡും വ്യത്യസ്തമാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സെമി പെരിമീറ്ററാണ്. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ, അതായത് 3 സൈഡുകൾ കൂട്ടുന്നതാണ് എന്താ എൻ്റെ പെരിമീറ്റർ. സെമി എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ഹാഫ് ആണെന്ന് ഓർക്കുക. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, അതായത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, സെമി പെരിമീറ്റർ കിട്ടും. ഈ എയും ബിയും സി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അതിൻ്റെ ഇതിൻ്റെ സൈഡ്സ് ആണ്. ഇത് എ, ഇത് ബി, ഇത് സി. എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം. അതായത് 3 സൈഡ്സ് ആണെങ്കിൽ ഈ സെമി പെരിമീറ്റർ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, എസിൻ്റെ വാല്യൂ. ആ എസിൽ നിന്ന് എന്ത് ചെയ്യുക, ഇത് കുറയ്ക്കുക മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും, എനിക്ക് ഏരിയ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ട്രിപ്ലറ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ സെയിം വാല്യൂസ് തന്നെ ഇതിലിട്ട് ചെയ്താലും എന്താ സെയിം ഉത്തരം തന്നെ കിട്ടുള്ളൂ. പക്ഷേ ട്രിപ്ലറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ ഇതാണ് ഓക്കെ വഴി. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് നോക്കുക, ഈ ഇക്വേഷൻ മറക്കാതെ ഓർമ്മ വെച്ചോണം കേട്ടോ. ചിലപ്പോൾ ഇവർ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ക്വസ്റ്റ്യൻസ് പാടാക്കാനെന്ന് പറഞ്ഞാൽ ഇവർ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യും, ഇവർ ചെയ്യുന്ന മെയിൻ പരിപാടി കാൽക്കുലേറ്റീവ് ആവും. അത് നമ്മുടെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം പോയിന്റ് വെച്ചിരുന്ന വാല്യൂസ് ആയിരിക്കും വരുന്നത്. അല്ലാതെ ഇതിൻ്റെ ഈ വരുന്ന വാല്യൂസ് ട്രിപ്ലറ്റ് അല്ലാണ്ട് ഇവർക്ക് വേറെ റാൻഡമായിട്ട് കുറേ വാല്യൂസ് തരാം. കാരണം ഇത് മാത്രമല്ലല്ലോ, ഇങ്ങനെ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ട്രിപ്ലറ്റ് ആണ്. അല്ലാതെ ആണെങ്കിലോ, ഇപ്പോൾ ഇവിടെ നിന്ന് 18 അല്ല, ഇപ്പോൾ 19 or 20 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് സ്കെയിലിംഗ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. സ്കെയിലിനാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇവർക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ, ടൈം കുറേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കുറവാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോഴും എന്ത് ചെയ്യാം, പിള്ളേർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് എന്താ എക്സാംസ് കുറച്ച് ടഫാണെന്ന് പറയുന്നത്. ടഫ് എന്നല്ല, NTPC ആയാലും RRBയിലെ മിക്ക ക്വസ്റ്റ്യൻസ് എന്താ ടഫില്ല, എല്ലാം ഇതെന്താ കാൽക്കുലേറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളതിൽ അത്യാവശ്യം നമുക്ക് എളുപ്പമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നത് ട്രിപ്ലറ്റ് ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്തേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കൺസെപ്റ്റ്സ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അതായത് നാളെ നിങ്ങളിപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഈ സെയിം ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, സെയിം ടൈപ്പ് വരാമല്ലോ, സെയിം മോഡൽ വരാം, അതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം മോഡൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഓക്കെ ട്രിപ്ലറ്റ് കണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതിന് വലിയ വാല്യൂ മാറ്റുക. അതായത് 82, 18, 80 ഇതിന് ഏറ്റവും വലിയ വാല്യൂ ഇതാ, ഇത് കട്ട് ചെയ്ത് കളയുക. എന്ത് ചെയ്താൽ മതി, ഇതേ ഇൻഡ്യൂസ് ചെയ്യുക ബൈ 2 ചെയ്യുക. മനസ്സിലായോ? ഡയറക്റ്റായിട്ട് ചെയ്താൽ മതി, വെറുതെ ഇക്വേഷൻസ് ഒന്നും എഴുതണ്ട. നിങ്ങളുടെ ബാക്കിയെല്ലാം മൈൻ കാൽക്കുലേഷൻ. 18/2 അറിയാലോ, 9 × 80 720 മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, വെറുതെ കളയരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, the sum of the lengths of edges of a cube is equal to the sum of the lengths of the edges of a cuboid whose length, breadth and height are in the ratio of 4:3:1. Find the volume of the cuboid. If the volume of the cube is 512 centimeter cube. Okay, centimeter cube ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്യൂബും ക്യൂബോയിഡും. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സൈഡും ഈക്വൽ ആണ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് മൂന്നും വ്യത്യാസമാണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്യൂബോയിഡിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:3:1.
ഓക്കെ, അതായത് ക്യൂബോർഡ് അറിയാലോ. ക്യൂബ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ എല്ലാ സൈഡും ഈക്വൽ എന്ന രീതിയിൽ ഒരു ഇത് എല്ലാവർക്കും അറിയാം. ക്യൂബോർഡ് ആകുമ്പോഴത്തേക്കോ ഇവിടെ ഇങ്ങനെ വരും, ലെങ്ത് വ്യത്യാസം കാണും, ഹൈറ്റും വ്യത്യാസം കാണും, എല്ലാം ഓക്കെ. ഓക്കെ, അതന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ. നമുക്ക് എന്താ വന്നിട്ടുള്ളത് അതിനകത്ത്? ഓക്കെ, ഇവിടെ നോക്കിയടാ, വോളിയം ഓഫ് ദ ക്യൂബ് വന്നിട്ടുണ്ടല്ലേ 512. വോളിയം ഓഫ് ദ ക്യൂബ് എത്രയാണ്? എല്ലാ സൈഡും എന്താ എ ആണ് അല്ലേ? എല്ലാ സൈഡും എ, അതായത് സൈഡ്സിൻ്റെ സൈഡായാലും ഹൈറ്റ് ആയാലും ബ്രെഡ്ത്ത് ആയാലും എല്ലാം എന്താ എ ആണ്. അപ്പോൾ എയുടെ ക്യൂബാണ് വോളിയം എന്താ എ ഇൻറ്റു എ ഇൻറ്റു എ. ഇതാണ് എന്താ എൻ്റെ, അതായത് എ ഇൻറ്റു എ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഏരിയ കിട്ടും. അത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്, മറ്റേ ആ മൂന്നാമത്തെ സൈഡിൽ നിന്ന് എന്ത് കിട്ടും? എനിക്ക് വോളിയം കിട്ടും. അപ്പോൾ വോളിയം തന്നേക്കുന്നത് എത്രയാണ്? 512. അപ്പോൾ എ ക്യൂബാണ് എത്രയാണ്? 512. എ ക്യൂബ് 512 ആണെങ്കിൽ എനിക്ക് സൈഡ് കണ്ടുപിടിച്ചൂടെ? എന്തിൻ്റെ ക്യൂബാടാ 512? 8 അല്ലേ? 8ൻ്റെ ക്യൂബ് അല്ലേ 512? അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഓക്കെ, 8 എന്ന് കിട്ടി. എനിക്ക് ഇതിൻ്റെ ലെങ്ത് ഇതാണ്, ബ്രെഡ്ത്ത് ഇതാണ്, ബ്രെഡ്ത്ത് ഇതെടുക്കാം. ഓക്കെ, ബ്രെഡ്ത്ത് ഇതെടുക്കാം, ഹൈറ്റ് ഇതാ. ഓക്കെ, ഹൈറ്റ് ഇതാണ്. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇവർ ക്യൂബിൻ്റെ സൈഡ് കണ്ടുപിടിച്ചു. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഇവർ തന്നിരിക്കുന്നത് എന്താ? സം ഓഫ് ദ ലെങ്സ് ഓഫ് ദ എഡ്ജസ് ഓഫ് ദ ക്യൂബ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ലെങ്സ് ഓഫ് ദ എഡ്ജസ് ഓഫ് ദ ക്യൂബോയിഡ്. അതായത് ഇവർ രണ്ടിൻ്റെയും എഡ്ജസിൻ്റെ സം ഈക്വലാണ്. എഡ്ജസിൻ്റെ സം ഈക്വലാണ്. ഓക്കെ, അതായത് എടാ ഒരു ക്യൂബിനകത്ത് എത്ര എഡ്ജ് ഉണ്ടാവും ആലോചിച്ച് നോക്കി. അതായത് ഹൈറ്റായിട്ട് എത്ര ഹൈറ്റ് ഉണ്ട്? ഇവിടെ 4 അല്ലേ? ബേസിലോ 4. പിന്നെ ഈ മുകളിലത്തെ ഫേസിലോ 4. അങ്ങനെ 3 വർഷം 4 വീതം എത്ര വരും? ഒരു 12. അതായത് 12 എഡ്ജ് ഉണ്ടാവും. എഡ്ജാണേ പറയുന്നത്. ഓക്കെ, 12 എഡ്ജ് ഉണ്ടാവും. അപ്പോൾ 12 × 8, ഓരോ സൈഡും 8 വീതം 12 എഡ്ജ്. അങ്ങനെയാണെങ്കിൽ എത്ര? 12 × 8. അത്രയും എന്താ എനിക്ക് ടോട്ടൽ സം ഓഫ് ദ എന്ത് കിട്ടി? ടോട്ടൽ സം ഓഫ് ദ എഡ്ജസ് ഓഫ് ക്യൂബ് കിട്ടി. ഇനി സെയിം ക്യൂബോയിഡ് എനിക്ക് വേണം. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നോക്കിയടാ, ലെങ്ത്, അതായത് ഈ ലെങ്ത് എത്ര ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്, അതായത് അപ്പർ സൈഡാണ്, കാണാൻ പറ്റില്ല. പിന്നെ ഇതും അല്ലേ? അതായത് 4 ലെങ്ത് ഉണ്ട്, 4 ലെങ്തിൻ്റെ വാല്യുള്ള എഡ്ജസ് ഉണ്ട്. ഇങ്ങനെന്താ ബ്രെഡ്ത്ത് ഇങ്ങനെ ഉണ്ടാവും, ഇതുണ്ടാവും, നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാവും. അതുപോലെ ഈ താഴത്തെ ഫേസ് തന്നെയാണ് എന്താ മുകളിലുണ്ടാവും. അതായത് ഈ 2 ഫേസും ഉണ്ടാവും അല്ലേ? അതായത് അങ്ങനെ എന്തായി 4 ബ്രെഡ്ത്ത് ഇട്ട്. ഇനി ഹൈറ്റോ ഒരു 4 പില്ലറുകളിൽ നിൽക്കുന്നില്ലേ? എന്താ 4 ഹൈറ്റ് ഉണ്ടാവും. അതായത് ഓരോന്നിൻ്റെ എത്രയാ? 4 വാല്യൂസ് ഉണ്ടാവും. ഈ സെയിം തന്നെയാണ് എന്താ ക്യൂബിൻ്റെ കേസിലും പറഞ്ഞത്. പക്ഷേ എന്താ എന്തുണ്ടായിരുന്നു? എല്ലും ബിയും എച്ച് എന്താ സെയിമാണ്. ആ ഒരു കേസേ ഉള്ളൂ. അപ്പോൾ ആലോചിക്കുക, 4 × L + B + H ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ സം ഓഫ് ദ ക്യൂബോയിഡ്. ടോട്ടൽ സം അല്ല, ടോട്ടൽ സം ഓഫ് ദ എഡ്ജസ് ഓഫ് ദ ക്യൂബോയിഡ്. ഓക്കെ, ഇനി LBH. LBHൻ്റെ വാല്യൂ എന്താ? നമുക്ക് L/B/H എത്രയാടാ? 4:3:1 ആണല്ലോ. 4:3:1. 4:3:1. ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ എനിക്ക് L എന്നുള്ളത് 4x, B എന്നുള്ളത് 3x, H എന്നുള്ളത് 1x എന്നായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ L + B + H എത്രയായിരിക്കും? 4 + 3 + 1 എത്രയാ? 7x അല്ലേ? അല്ല സോറി 8x അല്ലേ? ആണല്ലോ, 8x ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, 12 × 8 = 4 × 8x. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഒരു യൂണിറ്റാണ്. അതായത് ഇവർ ആയിരിക്കുന്ന റേഷ്യോ ആണ് എന്താ? 4:3:1. അത് എങ്ങനെയുള്ള റേഷ്യോ ആണാവും? 2 ആവും, 3 ആവും. അപ്പോൾ ഫ്രാക്ഷൻ ×1/2 എങ്ങനെ വേണോ ആവാം. അപ്പോൾ നമുക്ക് കിട്ടി 8x ആണ് എന്താ അവിടെ ടോട്ടൽ സമ്മ്. അങ്ങനെയാണെങ്കിൽ ഇനി കട്ട് ചെയ്തൂടെ? എത്ര കിട്ടും? 8 പോയി, ഇവിടെ 3 ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3 ആയി. അതായത് ഇവിടെ വാല്യൂസ് എന്താ? 4 × 3 12 ആണ്, 8 × 3 36 ആണ്, 1 × 3 എത്രയാ? 3 തന്നെയാണ്. എനിക്ക് എന്താ വേണ്ടേ? ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ക്യൂബോയിഡ് അല്ലേ? എനിക്ക് വോളിയമാണ് വേണ്ടത്. വോളിയം എങ്ങനെ ചെയ്യണേ? വോളിയം ഓഫ് ദ ക്യൂബോയിഡ് എന്താ? ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. ഓക്കെ, ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് ആണ്. അതായത് ലെങ്ത് എത്രയുണ്ട്? 12 × 36 × 3. ഇത് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും എന്ത്? എൻ്റെ ആൻസർ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പാടായിരുന്നത്. എനിക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം എപ്പോഴും ഇതുപോലെ ഭയങ്കര കാൽക്കുലേറ്റീവായിട്ട് തരും.
ഇത് ചെയ്യാൻ പറ്റുന്നവർ പെട്ടെന്ന് ചെയ്യും, അല്ലാത്തവർ എന്ത് ചെയ്യും, നമുക്ക് വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ആൻസറിലോട്ട് എത്തണം, ഒന്നും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്താ ചെയ്യുന്ന രീതി മാറ്റുക, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റുക. ഓക്കെ, അതായത് ഈ സെയിം സാധനം എടുത്തേ, 4x ലെങ്ത് 4x ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റല്ലേ പറഞ്ഞേ, 4x ഇൻറ്റു 3x ഇൻറ്റു 1x അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് എനിക്ക് ഇതാണ് എൻ്റെ വോളിയം. അപ്പോൾ 4 ഇൻറ്റു 3 12x³ അല്ലേ, 12 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ, 3 അല്ലേ, 3³ എത്രയാടാ, 27 അല്ലേ. അപ്പോൾ 27 ഇൻറ്റു 12 എങ്ങനെ ചെയ്യാം, 27 ഇൻറ്റു 10 270, 270 പ്ലസ് 54 എത്ര കിട്ടും, 324. മനസ്സിലായോ? ഇത് ചെയ്താലും സെയിം ആൻസറേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, യൂണിറ്റ് ഡിജിറ്റ് എല്ലാം വ്യത്യാസമല്ലേ. എത്ര 6 ഇൻറ്റു 3 എത്ര 8, 8 ഇൻറ്റു എന്ത് വ്യത്യാസം ഉണ്ടല്ലോ, സോറി എടാ, ബിയുടെ വാല്യൂ 9 ആണ് കേട്ടോ. ബിയുടെ വാല്യൂ അതായത് 3x അല്ലേ, 3 ഇൻറ്റു 3 9 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതാ വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇത് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. 9 ഇൻറ്റു 3 27 വന്നു. അപ്പോൾ എന്ത് ചെയ്യാം, 9 ഇൻറ്റു 3 7 വരും, 7 ഇൻറ്റു 4 അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരണം, 4 വരണം. ഏത് വാല്യൂ ഉണ്ടാ, ഒറ്റ വാല്യൂ അല്ലേ ഉള്ളൂ, 324. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതെന്താ ഓൾജിബ്രയിലല്ല, അതായത് നമുക്ക് റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസ് തന്നെയാണ്. സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആർ x - 8 x - 25 x. ഇറ്റ്സ് ഏരിയ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതിനകത്ത് ആലോചിക്കടാ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ എന്താ റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നു, നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് വാല്യൂസ് തന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് റാൻഡം ആയിട്ടുള്ള, അതായത് എക്സ് വെച്ചിട്ടുള്ള വാല്യൂ, വേരിയബിൾ ആയിട്ടുള്ള വാല്യൂസ് തന്നിരിക്കുന്നത്, ഫിക്സഡ് അല്ല. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൽ വേണം എന്താ നമ്മൾ ഫോക്കസ് ചെയ്യാൻ. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ, നേരത്തെ എന്താ പറഞ്ഞത്, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എനിക്ക് എന്താ, എൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, മൂന്നാമത്തെ സൈഡ് തന്നെയാണ്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ് തന്നെയാണ്. അതായത് ഇതിനകത്ത് എടാ x - 8 ഉണ്ട്, x - 25 ഉണ്ട്, x ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതായിരിക്കും, ആലോചിച്ച് നോക്കി. ഒബ്വിയസ്ലി എന്താ, എക്സ് ആണ്. അതായത് എക്സ് എന്നുള്ള വാല്യൂവിനേക്കാൾ 18 കുറവാണ്, 25 കുറവാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ വാല്യൂ എന്താ, എക്സ് അല്ലേ. അപ്പോൾ എനിക്ക് എന്തെഴുതാം, ഹൈപ്പോട്ടന്യൂസ് എനിക്ക് എക്സ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, മറ്റ് രണ്ട് വാല്യൂസ് ആണെങ്കിലോ, ഇത് x - 18 വരും, ഇത് x - 25 വരും, ആണല്ലോ. ഓക്കെ, x - 18 x - 25 വരും. അപ്പോൾ എനിക്കെന്താ, ഹാഫ് ബി എച്ച് യൂസ് ചെയ്യാം. എന്ത് ചെയ്യുക, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാടാ, x - 25 ഇൻറ്റു x - 18. ഇത് എന്ത് കിട്ടും എനിക്ക്, എൻ്റെ ഏരിയ കിട്ടും, ഹാഫ് പി എച്ച്. ഓക്കെ എടാ, നമുക്ക് ഈ ഒരു വാല്യൂ, അതായത് ഹാഫ് x ഇൻറ്റു x - 25 ഇൻറ്റു x - 18 ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയില്ല. പക്ഷേ ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഈ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. പൈതഗോറസ് തിയറം, അതായത് പൈതഗോറസ് തിയറം എന്താ പറയുന്നത്, ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ ആണെന്ത്, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണല്ലോ. ഓക്കെ, നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എന്താ, x - 18 അറിയാം, x - 18 അതിൻ്റെ സ്ക്വയർ പ്ലസ് ബേസ് എത്രയാ, x - 25 അല്ലേ, x - 25ൻ്റെ സ്ക്വയർ ഈക്വൽസ് എന്താ, എക്സ് സ്ക്വയർ. അതൊന്നുമില്ല, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇതെന്താ, എക്സ്പാൻഡ് ചെയ്യുക, എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് 18 സ്ക്വയർ 324 മൈനസ് 2 ഇൻറ്റു 18 എത്രയാ, 36x പ്ലസ് രണ്ടാമത്തെ എക്സ്പാൻഡ് ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് 25ൻ്റെ സ്ക്വയർ 625 മൈനസ് 2 ഇൻറ്റു 25 ഇൻറ്റു എക്സ് എത്ര കിട്ടും, 50x ഈക്വൽസ് എന്താ, എക്സ് സ്ക്വയർ അല്ലേ. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഓരോ എക്സ് സ്ക്വയർ ഇനി കട്ട് ചെയ്യാമല്ലോ. പിന്നെ എന്തുണ്ട്, എക്സ് സ്ക്വയർ ബാക്കിയുണ്ട്. എക്സ് സ്ക്വയർ ബാക്കിയുണ്ടെങ്കിൽ മൈനസ് എടാ മൈനസ് 36 മൈനസ് 50x എത്രയാണ്, മൈനസ് 86x. ഓക്കെ, 625 പ്ലസ് 324 എത്ര കിട്ടും, 9 ഓക്കെ 949. ഇത് ഈക്വൽസ് എന്താ, 0 ആണ്.
നമുക്കിവിടെ എന്താ കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇത് 949 ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ 949 എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 13ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 13ൻ്റെ മൾട്ടിപ്പിളാണ്. ഇൻറ്റു 73 എനിക്ക് എഴുതിക്കൂടെ? 13 × 73 അല്ലേ? 13 × 73 എനിക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്യാം. x² മൈനസ് 73x പ്ലസ് 13x പ്ലസ് 949 ഈക്വൽസ് 0 എഴുതാമല്ലോ. ഇതിനകത്ത് എന്ത് ചെയ്യുക? എക്സ് പുറത്തെടുക്കുക. ഓക്കെ, എക്സ് കോമൺ എടുക്കുമ്പോൾ അതായത് എക്സ് മൈനസ് 73 പ്ലസ് എന്ത് ചെയ്യുക? 13x. ഇതിനകത്ത് എന്ത് ചെയ്യുക? എനിക്ക് 13 കോമൺ എടുത്തൂടെ? 13 മൾട്ടിപ്പിൾ ആണല്ലോ. ഓക്കെ, 13 കോമൺ എടുത്തു. എക്സ് പ്ലസ് 73 വരും. 13 × 73 അല്ലേ? 949. അപ്പോൾ അത് എന്ത് ചെയ്തു? ഞാൻ 13 പുറത്തെടുത്തു. അപ്പോൾ എന്തായി? 13 × x പ്ലസ് 73. ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സ് പ്ലസ് 73 ഉണ്ട്. എക്സ് പ്ലസ് അല്ലല്ലോ, എക്സ് പ്ലസ് 73 ഉണ്ട്. ഇവിടെ എക്സ് പ്ലസ് 73 ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് രണ്ടിടത്തും കോമൺ എക്സ് പ്ലസ് അല്ല, സോറി, എക്സ് മൈനസ് ആണ്. ഓക്കെ, അതിൽ രണ്ടും എന്ത് ചെയ്താൽ മതി? എനിക്ക് 73 എക്സ് മൈനസ് 73 കോമൺ എടുക്കാമല്ലോ. ഓക്കെ, എക്സ് മൈനസ് 73 കോമൺ എടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും ഇവിടെ? ബാക്കി എക്സ് പ്ലസ് 13 ഇൻറ്റു എക്സ് മൈനസ് 73 ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സിൻ്റെ വാല്യൂ മൈനസ് 13 വരും, 73 വരും. മൈനസ് വാല്യൂ എടുക്കണോ? മൈനസ് വാല്യൂ എടുക്കില്ലല്ലോ. നമ്മൾ എപ്പോഴും സൈഡിൻ്റെ വാല്യൂ വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരില്ലല്ലോ. അപ്പോൾ ഇത് വേണ്ട, എന്ത് എടുത്താൽ മതി? 73 എടുക്കുക. ഓക്കെ, 73 എടുത്തു. അപ്പോൾ എൻ്റെ എക്സിൻ്റെ വാല്യൂ എന്തായി? 73. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എനിക്ക് ഏരിയ വേണം. ഏരിയ വേണമെങ്കിൽ എന്താ? ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു 73 മൈനസ് 25 എത്രയാ? എത്രടാ? 48 അല്ലേ? 48 ഇൻറ്റു 73 മൈനസ് 18 എത്ര വരും? 55 അല്ലേ? 55. ഓക്കെ, ഇനി രണ്ട് വെച്ച് കട്ട് ചെയ്യാമല്ലോ. 24 ഇൻറ്റു 55 എത്ര വരും? 24 × 5 ചെയ്യുക. അത് 55 സ്പ്ലിറ്റ് ചെയ്യുക. എന്ത് വരും? 5 × 11. അപ്പോൾ 24 × 5 എത്രയാടാ? 120 അല്ലേ? 120 × 11 ഇത് ചെയ്താൽ മതി. 1320. മനസ്സിലായല്ലോ? 1320. ഇപ്പോൾ ഇത് ഇത്രയും ചെയ്യാനുണ്ട്. സ്പ്ലിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വഴി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്തായാലും ഈ ഇക്വേഷൻ ഫോം ചെയ്യണം. ഓക്കെ, x² മൈനസ് 8x പ്ലസ് 949. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് എഴുതാം. ഓക്കെ, x² മൈനസ് ഓക്കെ, x² പ്ലസ് 9 സ്പ്ലിറ്റ് ചെയ്യാം നമുക്കത് നല്ലത്. ഓക്കെ, x² പ്ലസ് 324 മൈനസ് 36x പ്ലസ് x² പ്ലസ് 625 മൈനസ് 50x ഈക്വൽ 0 അല്ലേ? x². അതിൽ ഇത് കട്ടായി. ബാക്കി എന്തുണ്ട്? ഒരു x² ഉണ്ട്. മൈനസ് 36ഉം 50x കൂടെ മൈനസ് 86x പ്ലസ് 949 ഈക്വൽ 0. ഓക്കെ, ഇവിടെ കിട്ടി. ഇപ്പോൾ നോർമൽ നമുക്കിങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 86x, അതായത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 949 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 86 കിട്ടണം. ഈ തൊട്ട് മുന്നുള്ള സിമ്പിളിലെ സൈൻ അതുകൂടെ നോക്കണം കേട്ടോ. മൈനസ് 86ഉം കിട്ടണം, 949 കിട്ടണം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. 949 എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 13 ഇൻറ്റു 73 അല്ലേ? രണ്ടും ഒരു പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈം നമ്പേഴ്സ് ഇത് 949 13 മൾട്ടിപ്പിൾ ആണെന്ന് അറിയാമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? 13 × 73 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് പാടാണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക. അതായത് 13, 23 അങ്ങനെയുള്ള കുറേ വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പഠിച്ചിരിക്കുക 30 വരെ ഉള്ളത്. ഓക്കെ, എത്രത്തോളം പഠിക്കുന്നു അത്രയും നല്ലതാണ്. 13 × 73, അതായത് നിങ്ങൾ ആലോചിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇതുപോലുള്ള 2-3 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അവിടെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. കാരണം 13 × 73 എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒരു ഫാക്ടറും വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് 13 മൾട്ടിപ്പിൾ ആണെങ്കിൽ അറിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ 1 മുതലുള്ള എല്ലാ വാല്യൂസിൻ്റെയും ഇങ്ങനെ ഡിവിസിബിലിറ്റി റൂൾ വെച്ച് വരെ നോക്കേണ്ടി വരും. ഓക്കെ, അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി 0 മുതൽ അല്ലെങ്കിൽ 1 to 9 വരെ എല്ലാ ഡിവിസിബിലിറ്റി നിങ്ങൾ നോക്കി പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നേരെ ചെയ്യുക 13, 17 ഇതിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി നോക്കുക. അപ്പോൾ മനസ്സിലാവും 13ൻ്റെ മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. ഓക്കെ, 13 × 73 എഴുതി. ഇനി എനിക്ക് എന്ത് വരണം? 86. സമയം എന്ത് വരണം? എനിക്ക് 86 വരണം. എടാ, സമയം 86 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനുള്ള മൈനസ് ചെയ്തില്ലേ? ഓക്കെ, -13 -73 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -86 വരില്ലേ? അപ്പോൾ എൻ്റെ വാല്യൂസ് എന്താ? x - 13 x - 73 അല്ലേ? അപ്പോൾ എൻ്റെ വാല്യൂസ് എന്ത് വരും? 13 73. അതിനെന്ത് വാല്യൂ എടുത്ത് ഞാൻ? 13 എടുത്തില്ലേ? ഓക്കെ, 13 അല്ല 73 എടുത്തു. ഓക്കെ, 73 ഇവിടെ എടുക്കുമ്പോൾ എന്ത് വരും? 73 - 18 എത്ര വരും? 48 അല്ലേ? 40 അല്ല, സോറി 55 അല്ലേ വന്നേ? ഓക്കെ, 55. ഇവിടെ എന്ത് വന്നു? 48 വന്നു. ഇവിടെ എന്ത് വന്നു? 73 വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? നോർമൽ ചെയ്യുന്ന പോലെ ഹാഫ് BH ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുക ബൈ 2 ചെയ്യുക. ഓക്കെ, എന്ത് കിട്ടും? 1320 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. PQ is the diameter of the circle. PQ and RQ are its two chords. The length of arc PQ is half of the length of arc RQ. Find the measure of angle POQ. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സർക്കിൾ വരച്ചു. ഇനി എന്താ പറയുന്നത്? POR ഡയമീറ്റർ ആണ്. POR ഡയമീറ്റർ ആണെങ്കിൽ എന്ത് വരും? നടുക്ക് വരും. അതായത് P ഇവിടെ വരും, R ഇവിടെ വരും, O എന്നുള്ള എന്താ? സെൻറ്റർ ആണല്ലോ. O എന്നുള്ള സെൻറ്റർ വന്നു. ഇനി എന്താ? PQ ആൻഡ് RQ ആർ ഇറ്റ്സ് ടു കോഡ്സ്. അതായത് PQ RQ കോഡാണ്. അതായത് രണ്ടിലും എന്താ? Q കോമൺ അല്ലേ? അതായത് Q എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ എന്താ? Pയിലോട്ടും Rലോട്ടും ഒരു വാല്യൂ വരും. പക്ഷേ ബാക്കിയോട് വായിച്ചു നോക്കിയിടാം. ദ ലെങ്ത് ഓഫ് ആർക്ക് PQ ഈസ് ഹാഫ് ഓഫ് ആർക്ക് RQ. അതായത് ഇവിടെ ഒരു Q എന്നുള്ള വാല്യൂ വരാണെങ്കിൽ RQ എത്രയാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? PQ. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ? RQ അല്ലേ കൂടുതൽ? ഓക്കെ, അപ്പോൾ RQ ഇത് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇവിടെ Q വരും, അപ്പോൾ എന്ത് വരും? ഇവിടെ RQ വരും, ഇത് PQ വരും. ഇപ്പോൾ കറക്റ്റായില്ലേ? ഈ RQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് RQ. PQ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള എന്താ? PQ എന്നുള്ള ആർക്ക്. ദ ആർക്ക് ഓഫ് PQ ഈസ് ഹാഫ് ഓഫ് ആർക്ക് ഓഫ് RQ. അപ്പോൾ ഇത് 2 എന്നുള്ള റേഷ്യോ ആണെങ്കിൽ 2 യൂണിറ്റ് ആണെങ്കിൽ PQ എന്നുള്ള യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. എടാ, നിങ്ങൾ ആ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇത് മുതൽ ഇതുവരെ ടോട്ടൽ എത്ര ആംഗിൾ ഉണ്ട്? 180 ഡിഗ്രി ഇല്ലേ? അല്ലേ? ടോട്ടൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നടുക്കോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 180 ഡിഗ്രി അല്ലേ? അതായത് 1 യൂണിറ്റ് പ്ലസ് 2 യൂണിറ്റ് അല്ലേ ഈ ടോട്ടൽ 180 ഡിഗ്രി? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ എഴുതാം? മൊത്തം 3 യൂണിറ്റാണ് എന്താ? എൻ്റെ 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും? 60 ഡിഗ്രി വരില്ലേ? 60 ഡിഗ്രി വരുമല്ലോ. ഇനി എനിക്ക് എന്താ വേണ്ടേ? ദ മെഷർ ഓഫ് ആംഗിൾ POQ. POQയുടെ POQ എന്ന് പറയുമ്പോൾ ഈ സെക്ടറാണ് കേട്ടോ. ഈ സെക്ടറിൻ്റെ കറക്റ്റ് വാല്യൂ എത്രയാടാ? 1 യൂണിറ്റ് അല്ലേ? അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 60 തന്നെയാണ്. അതായത് ഇത് ഇത്ര 60 വരും, ബാക്കി ഇപ്പോൾ എത്ര വരും? ഇത്രയും 120 വരും. അതായത് 2 യൂണിറ്റ് 6 × 2 60 × 2. ഓക്കെ, അത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് POQയുടെ വാല്യൂ ആണ്. POQ എത്ര വരും? 60 വരും. എളുപ്പമല്ലേ? എളുപ്പമുള്ള ചോദ്യമാണ്. ജോമെട്രി ആണെങ്കിൽ പോലും ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതൊന്നും വിട്ട് കളയരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ABCD is a quadrilateral in which AB is parallel to DC and E and F are the midpoints of diagonals of AC and BD respectively. ഓക്കെ, നമുക്ക് ക്വാഡ്രിലേറ്റർ അറിയാം. ABയും DCയും പാരലൽ ആണെന്നറിയാം. ഓക്കെ, അതായത് രണ്ട് പാരലാണ്. ABയും
ഡി സിയും പാരലാണ്. ഓക്കെ, എ ബി ഇസ് പാരലൽ ടു ഡി സി. ഇ ആൻഡ് എഫ് ആർ മിഡ് പോയിൻറ്റ്സ് ഓഫ് ഡയഗണൽസ് എ സി ആൻഡ് ബി ഡി. ഓക്കെ, എ സി എന്നുള്ളൊരു ഡയഗണലുണ്ട്, ബി ഡി എന്നൊരു ഡയഗണലുണ്ട്. ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് ഏത്? ഇ ആൻഡ് എഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് ഇവിടെ വരാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് എന്ത് വരും? ഇവിടെ വരും. അപ്പോൾ ഈ വര വരയ്ക്കുക, ഇത് ഇയും ഇത് എഫും ആണ്. ഓക്കെ, ഇ ആൻഡ് എഫ്, എ ബി ആൻഡ് എ സിയുടെയും ബി ഡിയുടെയും മിഡ് പോയിൻ്റ് ആണ് ഇയും എഫും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എത്ര എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? ഈ എഫിൻ്റെ ലെങ്ത് എത്ര? എ ബിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എ ബിയുടെ വാല്യൂ 14 തന്നിട്ടുണ്ട്, ബി സിയുടെ വാല്യൂ 73 തന്നിട്ടുണ്ട്, ഇനി ഡി സിയുടെ വാല്യൂ 90, പിന്നെയോ എ ഡിയുടെ വാല്യൂ ഇല്ലേ 22. ഓക്കെ, എടാ ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ഒരു ട്രപ്പീസിയം, ഇത് ആക്ച്വലി ട്രപ്പീസിയം ആണല്ലേ, ഇവരൊരു ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞെങ്കിലും ഇതെന്താ ഒരു ട്രപ്പീസിയം ആണ്. ഓക്കെ, അതായത് എ ബി ഈസ് പാരലൽ ടു ഡി സി. ഇതിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന, ഡയഗണൽസ് കട്ട് ചെയ്യുന്ന, അതായത് അതിൻ്റെ മിഡ് പോയിന്റ് നിന്ന് ഒരു വര, അതായത് ആ ഒരു ലൈന് എ ബിയുടെയും ഡി സിയുടെയും പാരലാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ, അതായത് ഇ എഫ് ഈക്വൽസ് എന്താ? എ ബി പ്ലസ് സി ഡി, സോറി എ ബി ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ മൈനസ് ചെറിയ വാല്യൂ, സി ഡി മൈനസ് എ ബി ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് നമുക്ക് സി ഡി എത്രയുണ്ട്? 90 ഉണ്ട് അല്ലേ? 90 മൈനസ് എത്രയാ? എ ബി എത്രയാടാ? 14 അല്ലേ? 90 മൈനസ് 14 ബൈ 2. 90 മൈനസ് 14 എത്രയാ? 76 അല്ലേ? 76 ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 38. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് പ്രോപ്പർട്ടീസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേറൊരു കാര്യം വിട്ടുപോയത്, അതായത് ഇതുപോലെ തന്നെയാണ് വേറൊരു കേസുണ്ട്. അതായത് നമ്മൾ ട്രപ്പീസത്തിൻ്റെ തന്നെയാണ്, ട്രപ്പീസത്തിൻ്റെ ഇപ്പോൾ ഇത് എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡി. ഇനി പറയുക ഇതിൻ്റെ എ ബിയുടെയും അല്ല എ ഡിയുടെയും ബി സി ഡിയുടെയും മിഡ് പോയിൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ഡയഗണൽസിൻ്റെ മിഡ് പോയിൻറ്റ്സാണ്. ഇപ്പോൾ പറയുന്നത് എ ഡിയുടെയും ബി സിയുടെയും മിഡ് പോയിൻറ്റ്സ് ഇതിന് രണ്ടിനെയും പാരലായിട്ട്, അത് എ ബിയുടെയും ഡി സിയുടെയും സെയിം പാരലായിട്ട് മീറ്റ് ചെയ്യുന്നു. അത് എമ്മും എന്നും ആണെങ്കിൽ എം എന്നിൻ്റെ വാല്യൂ എത്ര എന്നറിയാവോ? എം എൻ എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് സി ഡി ബൈ 2. അതായത് എടാ അതിൻ്റെ നോൺ പാരലായിട്ടുള്ള സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നുള്ള വര ഒരു പാരലായിട്ടുള്ള വരയാണെങ്കിൽ എന്താ? രണ്ട് പാരലൽ സൈഡ്സിൻ്റെ സമ്മിൻ്റെ ബൈ 2 ആണ്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ആവറേജ് ആയിരിക്കും എന്ത്? എനിക്ക് എം എന്നിൻ്റെ വാല്യൂ. ഇനി ചോദിക്കുന്നത് രണ്ട് ഡയഗണൽസിൻ്റെയും ഡയഗണൽസിൻ്റെ മിഡ് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസാണ്. അതായത് ഇ എഫ് ഇതാണ് ഈ ഫിഗർ എങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടിൻ്റെയും ഗ്രേറ്റർ മൈനസ് സ്മോളർ, അല്ലെങ്കിൽ എന്താ രണ്ടിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക, ബൈ 2 ചെയ്യുക. ഓക്കെ, മറ്റേത് നോൺ പാരലൽ സെൻസ് ആണെങ്കിൽ സം ചെയ്യുക, ബൈ 2 ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 30, 15, 21, 11. അതായത് നമ്മുടെ പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നതാണ്. ഓക്കെ, പ്രൊപ്പോർഷൻ വരുന്ന കൺസെപ്റ്റ് വരുന്നതാണ്. പ്രൊപ്പോർഷൻ. ഓക്കെ, 30, 15, 21, 11. ഓക്കെ, നമുക്ക് എന്താ പറയുന്നത്? എക്സ് എന്നൊരു നമ്പറുണ്ട്, അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇത് 4ഉം പ്രൊപ്പോർഷൻ ആവണം. ആണല്ലോ, 4ഉം പ്രൊപ്പോർഷൻ ആണ്. അതായത് 30 എക്സ് കൂട്ടി, 50 എക്സ് കൂട്ടി, 21 എക്സ് കൂട്ടി, 11 എക്സ് കൂട്ടി. ഇത് ചെയ്തപ്പോൾ എന്തായി? ഇത് 4ഉം പ്രൊപ്പോർഷനായി. ആണല്ലോ, ഈ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സി ഡി എന്നുള്ള 4 വാല്യൂസ് ആണെങ്കിൽ, ഓക്കെ, ഇത് 4ഉം പ്രൊപ്പോർഷനിലാവണമെങ്കിൽ എ ബൈ ബി, അതായത് എ ഈസ് ടു ബി, നമ്മൾ നേരത്തെ തേർഡ് പ്രൊപ്പോർഷൻ പറഞ്ഞില്ലേ, അതുപോലത്തെ ഉള്ളൂ. ഈ സി എന്നുള്ള തേർഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും, ഡി എന്നുള്ളത് എന്തായിരിക്കും? ഫോർത്ത് പ്രൊപ്പോർഷൻ ആയിരിക്കും. എയും ബിയും സിയും ഉണ്ടെങ്കിൽ എന്താ? ബി എന്നുള്ളത് അതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അതായത് എ ഈസ് ടു ബി സെയിം റേഷ്യോ എന്താ? ബി ടു സി വരും. ആ സെയിം റേഷ്യോ എന്ത് വരും? സി ഈസ് ടു ഡി വരും. ആണല്ലോ, അപ്പോൾ എ ബൈ ബി എന്നുള്ളത് എന്ത് വരും? സി ബൈ ഡി എന്ന് വരും. ഓക്കെ, അതായത് എയിൽ നിന്ന് ഏത് റേഷ്യോ ആണോ ആ സെയിം റേഷ്യോ ആയിരിക്കും എന്താ? സി എന്ന് ഡിയിലോട്ടുള്ളത്.
അല്ലെങ്കിൽ എന്താ പറയുക, എയിൽ നിന്ന് സിയിലോട്ടുള്ള സെയിം റേഷ്യോ തന്നെയായിരിക്കും ബിയിൽ നിന്ന് ഡിയിലോട്ടുള്ളത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്താലും വ്യത്യാസമില്ല, പക്ഷേ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് എയിൽ നിന്ന് ബിയിൽ നിന്ന് എയിൽ നിന്ന് ബിയിലോട്ടുള്ള സെയിം റേഷ്യോ ആയിരിക്കില്ല എയിൽ നിന്ന് സി, പക്ഷേ എന്താ എയിൽ നിന്ന് സിയിലോട്ടുള്ള റേഷ്യോ ആയിരിക്കും എന്താ ബിയിൽ നിന്ന് ഡിയിലോട്ടുള്ള റേഷ്യോ. ആ ഗ്യാപ്പ് എപ്പോഴും എന്താ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് 3 നമ്പർ എക്സ് എന്നുള്ള നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്തായി, ഈ 4 നമ്പേഴ്സും പ്രൊപ്പോർഷണലായെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് നമ്പേഴ്സ് എന്ന് അറിയില്ല, ആലോചിച്ച് നോക്കിയിട്ടാ ഈ നമ്പേഴ്സ് ഈ വാല്യൂസ് നമുക്ക് വേണ്ട. ഓക്കെ, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു കാര്യമുണ്ട്, അതായത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എഴുതിയില്ലേ, അതോടെ എഴുതുക 30 + x / 15 + x ഈക്വൽസ് എനിക്ക് എന്ത് വരണം, 21 + x / 11 + x. ഓക്കെ, ഇത് എഴുതുന്നതിന് പാടില്ലല്ലോ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. ഇനി ചെയ്യാനുള്ള എളുപ്പമായി, അതായത് നമുക്കിനി കണ്ടുപിടിക്കാൻ എന്താ, എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, കുറച്ച് പാടാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ ഓക്കേടാ, ഇതിന് ഡിഫറൻസ് എത്രയാണ്, 30ഉം 15ൻ്റെയും 15 അല്ലേ, അത് ഇതേ മൈനസ് ഇത് ചെയ്യാം. ഇവിടെ വാല്യൂസിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 10 അല്ലേ. ഇനി ചെയ്യേണ്ട കാര്യം ഈ കിട്ടിയ റേഷ്യോ അല്ലേ, അതായത് ഈ 2 വാല്യൂസിൻ്റെയും റേഷ്യോ എടുക്കുക. അതായത് ഇവിടെ എന്ത് വരും, 3ഉം ഇവിടെ 2ഉം വരും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇപ്പുറത്തെ വാല്യൂസിന് മൾട്ടിപ്ലൈ ചെയ്യുക. 21 + x മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 × 21 + x എന്ത് വരും, 63 + 3x ഈക്വൽസ് എന്ത് വരും, 2 × 30 + x 60 + 2x അല്ലേ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും എനിക്ക് ഡയറക്റ്റ് ആയിട്ട്, 63 - 60 ഓക്കെ, 63 - 60 എന്ത് കിട്ടും, 3 എന്ന് കിട്ടും അല്ലേ. 63 - 60 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും, ഓരോന്നിനുണ്ടെങ്കിൽ 3 കൂട്ടി, അതായത് 33 18 24 14 ഈ 4 എന്തായിരിക്കും, എപ്പോഴും പ്രൊപ്പോർഷണലായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, എക്സ് അല്ല, ഓക്കെ എക്സ് കിട്ടി. ഇനി എന്താ പറയുന്നത്, ദെൻ 6x / y ഈക്വൽസ് y / 36 - 9. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എക്സിൻ്റെ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് തന്നേക്കുന്നത് എന്താ, 6x = y, a = b എന്ന് പറഞ്ഞാൽ എന്താ, a / b എന്ന് എഴുതിയാൽ മതി, വ്യത്യാസമില്ല കേട്ടോ. അതായത് എന്താ 6x / y ഈക്വൽസ് y / 3x - 9. ഓക്കെ, ഈ എക്സിൻ്റെ വാല്യൂ എന്താ 3 അല്ലേ. അപ്പോൾ എന്താ എഴുതാം, 18/y ഈക്വൽസ് y / 3 × 3 9 അല്ലേ. ഓക്കേടാ, നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ, ഓക്കെ എക്സിൻ്റെ വാല്യൂ നോക്കിയടാ, ഇവിടെ കറക്റ്റ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഓക്കെ നോക്കിയേ, അതായത് 3x ഇപ്പുറത്ത് വന്നാൽ 3x - 2x എത്രയാ എക്സ്, 60 - 63 എത്രയാ -3 അല്ലേ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ, x = -3 വന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, 6x 6 × 3 എത്ര, 6 × - എത്രയാ -18 അല്ലേ. ഇവിടെ എന്ത് വരും, 3 × -3 -9 -9 എത്ര വരും, -18 വരും ആണല്ലോ. എടാ y² എന്ത് വന്നു, ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി എഴുതാണേ. അതായത് y² എന്ത് വന്നു, മൈനസിന് മൈനസ് പ്ലസ് ആണ്, അപ്പോൾ 18². അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും, y = 18. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വൈയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, വൈയുടെ വാല്യൂ 18 ആണ്. ഇതുപോലെ ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും NTPCക്ക് പഠിക്കുക. വരുന്ന എക്സാംസ് ആണ്, വെറുതെ കളയരുത്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മാക്സിമം എഫേർട്ട് ഇടുക. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞവരുണ്ടാവും, അതായത് പഠിച്ച് തുടങ്ങിയവരുണ്ടാവും. എങ്ങനെ ആയാലും നിങ്ങൾ പഠിച്ച ലെവൽ വെച്ചിട്ട്, നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് വെച്ചിട്ട് മാക്സിമം എഫേർട്ട് ഇടുക. ഓക്കെ, മാക്സിമം നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരാളും മത്സരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, എനിക്ക് ഇത്രയും അറിയാവുന്നുള്ളതൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് മാക്സിമം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഓക്കെ, ആ ഒരു കമ്പ്യൂട്ടർ എക്സാമിന് മാക്സിമം ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൽ നിങ്ങൾ റിഗ്രറ്റ് വരരുത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത് ചെയ്യേണ്ട, അറിയാമെന്നുള്ളതെല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാം.